എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ ഈ പ്രാർത്ഥനയും കൂടി പോകുന്നത് എത്രയെത്ര മനുഷ്യരാവാം സാക്ഷ്യം പറഞ്ഞെന്നറിയാവോ? അവർക്കതൊരു വലിയ ബലമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശങ്കയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി ആൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്രകൾ, നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ എല്ലാവിധ ഇന്നത്തെ ഇടപെടലുകളും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളെ, ദൈവവിധങ്ങളെ ഇന്ന് ഏറ്റവും കൂടെ അലട്ടപ്പെടുന്ന വിഷയങ്ങൾ എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സങ്കടകരമായ സിറ്റുവേഷൻസ് ആണെങ്കിൽ സഞ്ചാരി മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എവിടെയെങ്കിലും പോകാനുണ്ട്, അതുപോലെ എന്തെങ്കിലും നേടാനുണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരാനുണ്ട്, വാങ്ങിക്കാനുണ്ട്, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിൻ്റെ യാത്രയുടെ എല്ലാ ലക്ഷ്യങ്ങളിലും സഞ്ചാരി മാതാവ്, പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥതയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത് അങ്ങയുടെ വാഗ്ദാനമാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിലെ ആ വാഗ്ദാനത്തിന് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം അറിയത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും, ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ, ഇന്ന് പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ തൊഴിലിടങ്ങൾ, ജോലി സ്ഥലങ്ങൾ, എവിടെ പോയാലും ഒരു കോൺട്രാക്ടറിനോ എഗ്രിമെൻറ്റിനോ ഏജൻസിക്കോ എന്ത് വിഷയത്തിന് പോയാലും നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നീ റിസൾട്ട് നോക്കുന്ന സമയത്ത്, റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ, നിൻ്റെ പഠനത്തിൻ്റെ, നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ, അതുപോലെ നീ അഡ്മിഷന് പോകുമ്പോൾ, ഉപരി വിദ്യാഭ്യാസത്തിനും അടുത്ത നിൻ്റെ ഒരു അപ്ഡേഷൻസിന് വേണ്ടി നീ പോകുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ കർത്താവുമായി നല്ല ഒരു ഉടമ്പടി ജീവിതത്തിലായിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ